ജ്യോതിഷ ചക്ര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സൗരവർഷത്തിലെ മാസങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നല്ലോ. സൗരവർഷത്തിലെ മാസങ്ങൾ ജനുവരിക്ക് 31 ദിവസം, ഫെബ്രുവരിക്ക് 28.25 ദിവസം, മാർച്ച് 31 ദിവസം, ഏപ്രിൽ 30 ദിവസം, മെയ് 31 ദിവസം, ജൂൺ 30 ദിവസം, ജൂലൈ 31 ദിവസം, ആഗസ്റ്റ് 31 ദിവസം, സെപ്റ്റംബറിന് 30 ദിവസം, ഒക്ടോബർ 31 ദിവസം, നവംബറിന് 30 ദിവസം, ഡിസംബറിന് 31 ദിവസം. ഇനി 4 വർഷങ്ങൾ കൂടുമ്പോൾ 28 ദിവസം ഉള്ളതായിട്ടുള്ള ഫെബ്രുവരിക്ക് 4 കാലുകളും ചേർന്ന് ഒരു ദിവസം നൽകുന്നു. അപ്പോൾ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിക്ക് 29 ദിവസമായിട്ട് എടുക്കും. 28 തീയതി എന്നുള്ളിടത്ത് 29 ദിവസങ്ങൾ കണക്കാക്കുന്നു. ഇത് കണ്ടുപിടിക്കുന്നതിന് നടപ്പ് വർഷത്തെ, ക്രിസ്തു വർഷത്തെ, നടപ്പ് വർഷം ഇംഗ്ലീഷ് വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത വർഷം 29 ദിവസമെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ മാസങ്ങൾ 12, ഇതിൽ ഋതുക്കൾ 6 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ആയാൽ ഒരു ഋതുവിന് 2 മാസം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാം. ഋതുക്കൾ ഏതൊക്കെയാണ്? ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അതേക്കുറിച്ച് വീണ്ടും മറ്റ് ചില എപ്പിസോഡ് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ സൗരവർഷമല്ലാതെ വേറെയും പല വർഷങ്ങളും ഉണ്ട്. എല്ലാം സൗരവർഷത്തെ അടിസ്ഥാനമാക്കിയും സൗരമാസത്തിനുള്ളിലും വർഷത്തിനുള്ളിലും ഉൾക്കൊള്ളുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ സൗരവർഷത്തെ ആധാരമാക്കിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറ്റേതൊരു വർഷമായിരുന്നാലും പല വർഷങ്ങൾ ഉണ്ട്. നിങ്ങൾക്കും ഒരുപക്ഷെ പല വർഷങ്ങളെക്കുറിച്ചും അറിയാമായിരിക്കും. എങ്കിലും പലതിനെക്കുറിച്ചും ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട്. പ്രാബല്യത്തിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന വർഷങ്ങളെ ഒന്നൊന്നായി നമുക്ക് നോക്കാം. കേരളീയർക്ക് സൗരവർഷം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കൊല്ലവർഷം, അതായത് മലയാള വർഷം. കേരളീയർക്ക് മാത്രമായിട്ടുള്ള ഒരു കാലഗണന രീതിയാണ് ഈ കൊല്ലവർഷം. അതുകൊണ്ട് തന്നെ ഇതിനെ മലയാള വർഷമെന്നും മാസങ്ങളെ മലയാള മാസങ്ങളെന്നും പറയുന്നുണ്ട്. മലയാള മാസങ്ങൾ നമ്മൾ കണ്ടിട്ട് നോക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഗ്രിഗോറിയസ് വർഷം, സൗരവർഷം 12 മാസങ്ങൾ എന്ന പോലെ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഭൂമി സ്വയം ചുറ്റുന്നതനുസരിച്ച് 360 ഡിഗ്രിയിൽ 2 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി ചുറ്റുന്നുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഒരു രാശിയായി കണക്കാക്കുന്നു. രാശികളിൽ ഒന്നാമത്തേത് മേടം രാശിയാണ്. അതിനും കാരണങ്ങളുണ്ട്. നടുനായകനായ സൂര്യന് അത്യുച്ചവും ഉച്ചസ്ഥിതിയും ഉണ്ടാകുന്നത് മേടം രാശിയിൽ പ്രവേശിക്കുമ്പോഴാണ്. സൂര്യൻ്റെ ഈ പ്രവേശനത്തിന് സൂര്യസംക്രമണം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇതിൻ്റെ വിശദീകരണങ്ങൾ ജ്യോതിഷ പാഠങ്ങൾ നടക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മേടം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ രാശി മേടം രാശിയാണെന്ന് പറഞ്ഞു. സൂര്യൻ മേടം രാശി പ്രവേശിക്കുമ്പോൾ അതിനെ സൂര്യ സംക്രമണം എന്നും പറയുന്നു. അങ്ങനെ ഓരോ രാശിയിലും പ്രവേശിക്കുമ്പോൾ അതിനെ സൂര്യ സംക്രമണം എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ 27 നക്ഷത്രങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദീകരണങ്ങൾ വരുന്ന എപ്പിസോഡ് വ്യക്തമാക്കുന്നതാണ്. അതിൽ 27 നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ അശ്വതിയും തുടങ്ങുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് മേടം രാശിയിലാണ്. കാരണം നക്ഷത്രങ്ങൾ സ്ഥിരമായ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവ മറ്റു രാശികളിലേക്ക് പകരുന്നതായിട്ടില്ല. ഓരോ രാശിക്കും സ്പഷ്ടമായിട്ടും സ്ഥിതികരമായി നിൽക്കുന്നതായിട്ടുള്ള രീതിയാണ് നക്ഷത്രങ്ങൾക്ക് പറയുന്നത്. അതും നമുക്കിഞ്ഞും അറിയേണ്ടിയിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്കിവിടെ പറയുന്നതാണ് ആദ്യത്തെ രാശിയായി മേടം രാശി എടുക്കാൻ കാരണം സൂര്യൻ ഉച്ചവും അസ്തിച്ചുമായതും ആദ്യ നക്ഷത്രമായി 27 നക്ഷത്രത്തിലെ ആദ്യ നക്ഷത്രമായ അശ്വതിയും തുടങ്ങുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് മേടം രാശിയിലാണ്. അങ്ങനെ രാശികൾ എങ്ങനെ പറയുന്നു? മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെയാണ് രാശികൾ. ഇപ്പോൾ രാശികളെ പറ്റി പറയാൻ കാരണം എന്തെന്ന് ചിന്തിക്കാം. കൊല്ലവർഷത്തിൽ, നമ്മളിപ്പോൾ കൊല്ലവർഷത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലവർഷത്തിലെ മാസങ്ങളുടെ പേരും ഈ രാശികളുടെ പേരാണ്. അതായത് മേടമാസം, ഇടവമാസം,
മിഥുനമാസം, കർക്കിടകമാസം, ചിങ്ങമാസം, കന്നിമാസം, തുലാമാസം, വൃശ്ചികമാസം, ധനുമാസം, മകരമാസം, കുംഭമാസം, മീനമാസം എന്നിങ്ങനെ 12 മാസങ്ങളാണ് കൊല്ലവർഷത്തിലുള്ളത്. ശേഷം അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. നമസ്കാരം.